ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇന്നാണ് പാരിഷ് ഡേ. അതായത് കേരള കാത്തലിക് അസോസിയേഷൻ KCA ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന പാരിഷ് ഡേ അത് ഇന്നാണ്. അപ്പോൾ ഇതിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. സോ എൻ്റെ കൂടെ നിങ്ങളും വാ, ഞങ്ങളുടെ പരിപാടി എങ്ങനെയുണ്ടെന്ന് കാണാലോ. നൈജീരിയയിലെ ഏകദേശം ഒരു 17 വർഷത്തോളമായി എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇവിടെ കുർബാന നടത്തുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ നടത്താറുള്ളതാണ് ഈ പാരിഷ് ഡേ. കാരണം ഇവിടെ പെരുന്നാളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പാരിഷ് ഡേ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും പിന്നെ അതുപോലെ അധ്യാപകർക്കും എല്ലാവർക്കും അവർക്കും ഒന്നിച്ചു കൂടിയിട്ട് കുറച്ചു നേരം കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാം, കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, മുതിർന്നവരുണ്ടാവും, ടീച്ചർമാരുണ്ടാവും, അതിനുശേഷം ഒരു അടിപൊളി ഫുഡും. ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാത്തലിക് ചർച്ച ആയതുകൊണ്ട് തന്നെ ഈ കുർബാന എന്ന് പറഞ്ഞ മലയാളം മാസം, അതായത് സീറോ മലബാറിന്റെ ആരാധനക്രമം അനുസരിച്ചിട്ടാണ് ഈ മാസം നടത്താറുള്ളത് കേട്ടോ. ഇനി ഇവിടെയുള്ള അച്ഛന്മാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് പോൾസ് സഭ എന്നുള്ള അച്ഛനാണ് ഇതിപ്പോൾ കുർബാന ചെല്ലണത്. വർഷങ്ങളായിട്ട് സെന്റ് പോൾസ് സഭയാണ് നമുക്ക് കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് എപ്പോഴും മലയാളി അച്ഛന്മാരെ തരാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ അച്ഛന്മാർക്ക് വരാൻ സാധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മദർ തെരേസയുടെ ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ ഒരു അച്ഛനും വന്നിട്ട് ഞങ്ങൾക്ക് കുർബാന ചെല്ലി തരാറുണ്ട്. ആ അച്ഛനും ഇന്നും കൂടി ഉണ്ട്. അച്ഛന്റെ പേരാണ് ജെറിയച്ചൻ. അപ്പോൾ കുർബാന കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ പാരിഷ് ഹോളിലേക്കാണ് നമ്മൾ പോണത്. അപ്പം നൈജീരിയയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാത്തലിക്സിന് നമുക്ക് ലാഗോസിൽ കുർബാനയുണ്ട്. ഇത് ഏകദേശം 17 വർഷമായിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇത് രജിസ്റ്റേർഡ് ആണ്. എറണാകുളം അതിരൂപതയുടെ ഇടവകയിൽപ്പെട്ടിട്ടുള്ള ഒരു ഇടവകയായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഇടവകയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അച്ഛൻ തന്നെയാണ്, ജോസഫ് അച്ഛൻ. ഞാൻ മുമ്പ് പേര് പറയാൻ മറന്നു, നമ്മുടെ സ്വന്തം ജോസഫ് അച്ഛൻ. പിന്നെ അതുപോലെ വൈസ് ചെയർമാൻ എന്നുള്ളത് ഡോക്ടർ അങ്കിളാണ്, ഡോക്ടർ വിൻസെന്റ്. പിന്നെ അതുപോലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്റോ ചേട്ടനാണ് നമ്മുടെ പ്രസിഡന്റ് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നൈജീരിയയിലെ അവർ ലേഡി ചർച്ചാണ് നമുക്ക് ഈ ചാപ്പല് കുർബാന കാണാൻ വേണ്ടി തന്നിരിക്കുന്നത്. സോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാരിഷ് നടക്കുന്ന സ്ഥലവും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കേരള സമാജത്തിൻ്റെ സെക്രട്ടറി സർജുവേട്ടൻ, അതുപോലെ കേരള സമാജം പ്രസിഡന്റ് ഷീജു പ്രഭാകർ, അവരെല്ലാവരും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ KCAയുടെ മുമ്പത്തെ പ്രസിഡന്റ് ഷായി ജേക്കബ്, പിന്നെ ഷാജി മോൻ ചേട്ടൻ, എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളിയിലെ കപ്പേര് കേട്ടോ, അഗസ്റ്റിൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചെയർമാൻ. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് ഭയങ്കര കമ്പനി. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളായിട്ടും അടിപൊളിയാണ് ഞങ്ങളുടെ അച്ഛൻ. അപ്പോൾ സ്റ്റേജിലേക്ക് കയറുന്ന കുട്ടികൾ ഒരിക്കലും, അതുപോലെ സ്വന്തമായി പാട്ട് പാടാനൊക്കെ ടീച്ചർമാർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങളത് കാണുന്നത്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ആവാറായി. പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, വീഡിയോ വലുതായി പോകും. പരിപാടി വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ചോറും ചിക്കനും ബീഫും പിന്നെ മാങ്ങാക്കറി, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട മെയിൻ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഈ ചേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വലിയൊരു ബിഗ് താങ്ക്. കാരണം ഇവർ ഒരിക്കലും ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല. തലേ ദിവസം തൊട്ട് തന്നെ ഇതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടി കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്നാലും ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പുഞ്ചിരിയാണ്, സാറ്റിസ്ഫാക്ഷന് മാത്രം മതി എന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ പരിപാടിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനയിൽ നിന്നുള്ള പല വ്യക്തികളും ഇവിടെ പ്രസംഗിക്കുന്നതും, അതുപോലെ തന്നെ നന്ദി പ്രസംഗവും, പിന്നെ അതുപോലെ തന്നെ ഇനിയൊരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ബാലൻസ് ഉള്ളത്. സോ ഇതാണ് നൈജീരിയയിലെ ഞങ്ങളുടെ
പാരിഷ് ഡേയുടെ ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇതാണ് KCA ലാഗോസിൻ്റെ ഇന്നത്തെ പാരിഷ് ഡേയുടെ പരിപാടിയിൽ ഒരു സോള് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. മൊത്തം സബ്ജക്റ്റ് നമുക്കിടാൻ സാധിക്കില്ല. സോ എല്ലാവർക്കും വെരി ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്. സോ കീപ് സപ്പോർട്ടിങ് us. Bye from Indo-Niger family.